അങ്ങനെ ആദർശ് ടേബിളിൽ വന്നിരിക്കുകയാണ്. നയന ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജയൻ ചോദിക്കുകയാണ്, അല്ല ആദർശ് നീ എങ്ങോട്ടാ പോണേന്ന്. ആദർശ് പറയാണ്, അച്ഛാ ഓഫീസിലേക്ക് പോകണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യരാത്രിക്ക് ശേഷമുള്ള ആദ്യത്തെ പകലായിരിക്കും കേട്ടോ, പിറ്റേ ദിവസത്തെ കഥയാണ് പറയുന്നത്. അപ്പൊ ഇതിന് മുമ്പിലുള്ള വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആദർശ് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇന്ന് പോകണ്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ അച്ഛാ ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാകും, ഇന്ന് ഒരുപാട് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതല്ലേ, ഒരുപാട് റിസൈൻസിന്റെ കാര്യമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഉള്ളതാന്ന് പറയുന്നുണ്ട്. വേണ്ട, ഇന്ന് നീയും നയന മോളെയും ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അതെ മീനാക്ഷിയും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിനു സംസാരിക്കാനും പറഞ്ഞൊക്കെ കാണുമല്ലോ. ഒരു വർഷമായിട്ട് യാതൊരു ബന്ധമില്ലാതെ രണ്ടുപേരും ഒരേ മുറിയിൽ ജീവിക്കലായിരുന്നു, ഇനി അത് വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഉച്ച കഴിയുമ്പോഴേക്കും ഒരു സിനിമയ്ക്കൊക്കെ പോയി പുറത്തൊരു ഔട്ടിംഗ് ഒക്കെ പോയിട്ട് വന്നാൽ മതി. എന്തായാലും ഈ ഒരാഴ്ച നീ ഈ കമ്പനിയിലേക്ക് വരണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ദേവേനെ എന്നിട്ട് ചോദിക്കാണ്, അല്ല അതെങ്ങനെ ശരിയാവും, ഇവൻ ഓഫീസിലേക്ക് വരാതിരുന്നാൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കാണ്. ജയൻ പറയുന്നുണ്ട്, ഇവൻ വലുതാതിന് മുമ്പേ ഓഫീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഞാനും അജയനും അച്ഛനും കൂടിയാ ഓഫീസൊക്കെ നോക്കിയിരുന്നത്. ഒരാഴ്ച അച്ഛനും കാണും ഓഫീസിൽ, അതുകൊണ്ട് ആദർശ് നായൻ ഇവിടെ തന്നെ നിന്നാ മതി, നായനും ഇപ്പൊ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. ദേവനിക്ക് മനസ്സിലാകുന്നുണ്ട് ജയൻ മനഃപൂർവ്വം അവനെ പിടിച്ചു നിർത്തുന്നതാണെന്നും അവർ തമ്മിൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെയെന്നൊക്കെ ദേവനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവേനി പറയാണ്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചോദിക്കുമ്പം ആവശ്യമുണ്ട് എന്ന് ജയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ഉള്ളിച്ചിരിക്കുന്നുണ്ട്. നയന ഇങ്ങനെ ആദർശിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് നയന അടുക്കളയിൽ പോയിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അടുക്കളയിലാണെങ്കിൽ അനാമികയും കാണും, ജാനകിയും കാണും കേട്ടോ. പിന്നെ മീനാക്ഷിയും വന്നിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്കെന്ന് ചോദിക്കുമ്പം അമ്മയെ ഉച്ചയ്ക്ക് ഒരു സദ്യ പോലെ ചെറുതായിട്ട് ഉണ്ടാക്കാനാണെന്ന് ജാനകി പറയുന്നുണ്ട്. നയന മോള് മുറിയിലേക്ക് പോയിക്കോ, ഇവർ ഇത്രയും പേരുണ്ടല്ലോ, ഇവരുണ്ടാക്കിക്കോളെന്ന് പറയാണ്. ജാനകി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ഞാനും എൻ്റെ മരുമോളും ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, ഇവൾ ഒരു ദിവസമല്ലേ ആയുള്ളൂ, ഇന്ന് ഒരു ദിവസമല്ലേ ഓഫീസിൽ പോവാതെ ഉള്ളൂ, ഇപ്പൊ അപ്പോഴും കൂടി ഇവളെ പറഞ്ഞിട്ട് എന്താ ചെയ്യാ, എൻ്റെ മരുമോൾ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് അവൾ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് മീനാക്ഷി ഉണ്ടല്ലോ, നിങ്ങളൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി, ബാക്കി കാര്യമൊക്കെ മീനാക്ഷി ചെയ്തോളും. നായനോട് പറഞ്ഞത് കേട്ടില്ലേ, മുറിയിലേക്ക് കയറി പോകാനാ പറഞ്ഞെന്ന് ദേഷ്യപ്പെട്ടതുപോലെ മുത്തശ്ശി പറയുന്നുണ്ട്. ശരി മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നായന അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ആദർശ് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. നയന വന്ന് മുറി തുറക്കുമ്പം ആദർശിനെ കാണാനില്ല. ഈ ആദർശൻ എവിടെ പോയിന്ന് നയന ഇങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്ത് ആദർശ് പുറകെ നിൽക്കുന്ന നയനെ കെട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷം ആദർശ് നയനെടുത്ത് ഇങ്ങനെ വട്ടം കറക്കുന്നുണ്ട് കേട്ടോ. എന്താ ആദർശിട്ടാ വിടുന്ന് പറയാണ്. എന്താടി കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, ആകെ പാടെ സീനായി, അടുക്കളയിൽ വന്നിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്നോട് അകത്തേക്ക് കയറി പോവാൻ. അതിന് ജാനകി ചെറിയ വെറുതെ സീൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ മുത്തശ്ശി മനഃപൂർവ്വം വഴക്ക് പറഞ്ഞല്ലേ, എങ്കിലല്ലേ അവരൊന്ന് തണുക്കുള്ളൂ, സ്നേഹത്തോടെ നിന്നെ പറഞ്ഞത് നോക്കിയാ നീയും വരില്ല, അവർ നിന്നെ വിടത്തുമില്ല, അതുകൊണ്ടൊന്ന് ഇറങ്ങി നോക്കിയതില്ലെന്ന് പറയുന്നുണ്ട്. അച്ഛൻ തന്നെ കാണിച്ചു കണ്ടില്ലേ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട്, എന്ത് പക്വതയോട് നമ്മൾ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടേ, അവർക്കും ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മയുടെ മുഖം നിങ്ങൾ കണ്ടായിരുന്നോ, എല്ലാം നഷ്ടപ്പെട്ട പോലെ രീതിയില്ല അമ്മയുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദൈവം ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നൊക്കെ പറഞ്ഞ് ആദർശിന്റെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനേ കുളിച്ചൊരുങ്ങി താഴെ പോയിരുന്നത് ഓഫീസിലേക്ക് പോകാനൊന്നും അല്ല, ഞാൻ ഓഫീസിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അച്ഛനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവരുടെ വായിൽ നിന്ന് പോകണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അമ്പടെ കൊള്ളാവല്ലോ എന്നൊക്കെ നയനെ പറയുന്നുണ്ട് കേട്ടോ. നീ എങ്ങ് വന്നേന്ന് പറഞ്ഞ് നയനെ എടുത്തു നോക്കി ആദർശ് കട്ടിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശം കയറി കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ ഒരു വർഷം നമ്മൾ വെറുതെ കളഞ്ഞല്ലേ, ഒരുപാട് മിസ് ചെയ്ത് ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടും അവിടെ കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ പുറത്തുനിന്നിട്ട് ദേവേണ്ട പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ അവർ തമ്മിൽ എന്തോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ആദർശം അങ്ങോട്ട് അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കില്ല. നയനയാണെങ്കിലും കണ്ടില്ലേ ആദർശിന്റെ പുറകെ നടക്കുന്നത്, ആദർശ് അവളുടെ പുറകെ അടുക്കളയിലൊക്കെ പോയിന്ന് കാണിച്ച ഗോഷ്ടിയൊക്കെ ഏട്ടത്തി കണ്ടതല്ലേ. അതാ ഞാൻ പറഞ്ഞത് ഇവർ തമ്മിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് ദേവേനോട് ജലജ പറയാണ്. ദേവേനെ പറയുന്നുണ്ട്, അങ്ങനെ വരാൻ യാതൊരു വഴിയില്ലല്ലോ, ഞാനെല്ലാം പക്ക പ്ലാനിങ് ആയിട്ടാണല്ലോ ചെയ്തതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ അവിടെ നിന്ന് മാറുന്ന സംസാരിക്കുകയാണ്. ചേച്ചി കറക്റ്റായിട്ട് തന്നെയാണോ മേടിച്ചെന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിരുന്നല്ലോ, അവിടുന്ന് 2 ഉറക്ക ഗുളിക വേണം, അങ്ങനെ പറഞ്ഞ് തന്നെ ഞാൻ മേടിച്ചതാണെന്ന് പറയുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് ചേച്ചി പാലിട്ടോ, ആ പാല് തന്നെയാണോ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ പാല് തന്നെയാണ് കൊടുത്തിട്ടത്, ഞാൻ അവളെ റൂമിൽ അത് കൊണ്ട് കയറുന്നത് വരെ ഞാൻ കണ്ടതാ. പിന്നെ ഇവർ രണ്ടുപേരും മുറി നിറങ്ങിയപ്പം അവളിങ്ങനെ ഗ്ലാസ് കൂടെ താഴേക്ക് വരുന്നത് ഞാൻ കണ്ടതാ, ആ ഗ്ലാസും കാലിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനടുത്ത് രണ്ടുപേരും കുടിച്ചിട്ടുണ്ടെന്നല്ലേ, അങ്ങനെയാണെങ്കിൽ അവർ രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങിക്കാണും എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്.
അപ്പോഴേക്ക് ഇതൊക്കെ മാറുന്ന മുത്തശ്ശി കേൾക്കായിരിക്കും കേട്ടോ. മുത്തശ്ശി അവിടെ നിന്ന് ഒളിഞ്ഞു കേട്ടോണ്ട് നിൽക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു? ഇല്ല, അവർ തമ്മിൽ ഒരിക്കലും സംഭവിച്ചു കാണില്ല എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. ജലജ പറയാണ്, ചേച്ചി അങ്ങനെയൊക്കെ കരുതിയിരുന്നോ? 9 മാസം കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞാവിനെ താരട്ട് പാടാനൊക്കെ ഉള്ള ട്രെയിനിങ് ഒക്കെ എടുത്തോ? ഞാൻ ഓൾറെഡി അതൊക്കെ എടുത്തോണ്ടിരിക്കുക എന്ന് ദേവേനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നത് മുത്തശ്ശിയുടെ മുഖത്തേക്കായിരിക്കും. രണ്ടുപേരും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ ദേവയാനി, ഇതിന്റെ പ്ലാനിങ് ഒന്നും നടന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ തലകൊണിച്ച് നിൽക്കുകയാണ്. ജലജ അപ്പം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ഇവളുടെ കൂടെ കൂടി നീ ഇങ്ങനെ ആയോ ദേവേനെ ചോദിക്കുന്നുണ്ട്. ഇനി അമ്മ എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഞാൻ എന്താ ചെയ്തതുപോലെ എല്ലാം ഏടത്തിന്റെ പ്ലാനിങ് ആയിരുന്നു. അവരെ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഏടത്തിന്റെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക മേടിച്ചു തന്നതും കലക്കി പാലിട്ട് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ദേവേനി രൂക്ഷമായിട്ട് ജലജനെ നോക്കുമ്പം ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി, കണ്ടില്ലേ എന്നെ കുറ്റപ്പെടുത്തുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി താഴേക്ക് ഇറങ്ങി പോവാണ് മുത്തച്ഛനോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പുറകെ വന്ന് ദേവേനി പറയുന്നുണ്ട്, അമ്മേ പറയില്ല, അമ്മേ പറയില്ല, അച്ഛൻ അറിഞ്ഞ ആകെപ്പാട് വിഷയം ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട വിട്, ഇത് നീ ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. പണ്ടത്തെ എന്റെ ദേവേനി ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഞാനതുകൊണ്ട് എല്ലാവരോടും പറയുന്നു പറഞ്ഞിട്ട് മുത്തശ്ശി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയുടെ പുറകെ വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം പറയാന് എന്റെ നാക്ക് തന്നെ എനിക്ക് കുറച്ച് ഉളുപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് വൃത്തിയുടെ പണിയാ ഇവള് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ അനി അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആദർശ് നാനി ഇപ്പോഴും മുറിയിലായിരിക്കും, അവര് താഴേക്ക് വന്നു കാണില്ല. അപ്പൊ ഈ സമയത്ത് മുത്തശ്ശി പറയാണ്, എനിക്കത് പറയാൻ പോലും മറപ്പാവുന്നു, എനിക്ക് പറയാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ കാര്യം എന്താ ഉണ്ടായി എന്താ ദേവേനെ ചോദിക്കാണ്. ദേവേനെ ഇപ്പൊ തലവണിച്ച് നിൽക്കുകയാണ്. ജയൻ ആ ജലജയോട് ചോദിക്കുകയാണ്, എന്താ ജലജ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏട്ടാന്ന് പറയുമ്പോൾ പറ എന്താടി കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് ഏട്ടാ വേറൊന്നുമല്ല, ഇന്നലെ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തി ഉറക്കുഗുളിക മേടിച്ച് അവരുടെ പാലിൽ കലക്കി കൊടുത്തെന്ന് പറയുന്നുണ്ട്. എന്താ ഞാൻ കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ് ജയൻ. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ദേവേനെ തലകുണിച്ച് നിൽക്കുകയാണ്. നീ ഇത്രയ്ക്കും വൃത്തിയുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ വിഷങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പോലും നീ മടിക്കില്ലെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ജയേട്ടാ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നുണ്ട്. മതി, നീ ഇനി മിണ്ടണ്ട, നിനക്കിവിടെ നിൽക്കാനുള്ള അവകാശമില്ല. ഉറക്കുകുളി കൊടുത്ത് രണ്ടുപേരെ ഉറക്കിക്കെടുത്താനുള്ള അത്രയും ചീപ്പുമായിട്ട് നിനക്ക് ഉണ്ടെങ്കിൽ പിന്നെ വിഷം തന്ന് ഞങ്ങളെയൊക്കെ കൊല്ലാനും നീ മടിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നീ ഇറങ്ങി പോയിക്കോന്ന് പറയുന്നുണ്ട്. ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ വഴി എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. സ്വന്തം മോന്റെയും മരുമകളുടെയും ആദ്യരാത്രി മുടക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത കാര്യം കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്കൊന്ന് ചിന്തിച്ചൂടെ? അവര് കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതങ്ങനെ വേണ്ടെന്ന് വെച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ജയൻ ചോദിക്കുകയാണ്. അത് നിനക്ക് വേണ്ടിയാ, നിന്റെ മോൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നാ അതിനർത്ഥം. നീ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അവിടെ വേണ്ടെന്ന് വെച്ചിരുന്നത്. ഇപ്പോൾ നിനക്ക് സമാധാനം അറിഞ്ഞിട്ടാ അവൻ ഇതൊക്കെ ചെയ്യാനൊരുങ്ങിയത്. എന്നിട്ട് നീ ഇത്രയ്ക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്തല്ലോ എന്ന് ദേവേനോട് ജയൻ ചോദിക്കുന്നുണ്ട്. ജയേട്ടാ പ്ലീസ് ആദർശോട് പറയില്ല എന്ന് പറയുമ്പോൾ വേണ്ട, അറിയണം അവൻ്റെ അമ്മയുടെ ഗുണം എന്താണെന്നുള്ളത് തിരിച്ചറിയണം എന്ന് പറയുന്നുണ്ട്. ജലജ ഒന്നും മിണ്ടാതെ എന്തായാലും ദേവനെ കൊണ്ട് ശരിക്കും കിട്ടിയ ലോകത്ത് ആസ്വദിച്ചോടെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ഈ ജലജയാണെന്ന് പറയാണ്. ജലജ പറയുന്നുണ്ട്, ഞാൻ ഓർത്തതേ ഉള്ളൂ ഇത്ര നേരമായിട്ട്, എന്തായാലും നേരെ ആരും തിരിയാത്തേന്ന് ഓർക്കുമായിരുന്നു. ഇപ്പം എന്നാലും സമാധാനമായി. ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛൻ പറയണേ? ദേവേനെ ചേച്ചി തന്നെയാ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കിയതും എല്ലാം. ഇതിന്റെ എനിക്ക് യാതൊരു പങ്കുകളെന്ന് പറയുന്നുണ്ട്. അവള് പറഞ്ഞില്ലാന്ന് കേട്ട് നീ കൂടെ വന്നില്ലേ? നിനക്ക് പറഞ്ഞായിരുന്നു അതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അതെങ്ങനെ, നിന്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയാണ്, എപ്പോഴും പറയുമല്ലോ എൻ്റെ അമ്മ കള്ളിയാ, എൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെന്നൊക്കെ, എന്നിട്ട് ഇപ്പം ആരാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായാലും ചോദിക്കാറുണ്ട് നവ്യ. ഇതുപോലൊരു തെറ്റ് എൻ്റെ അമ്മ ഒരിക്കലും ചെയ്യില്ല, ഒരാളെ കൊല്ലാൻ നോക്കുന്നതിനപ്പുറം തെറ്റ് വേറൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിനെ എല്ലാവരും കൂടെ നാണം കെടുത്തുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇതൊന്നും അറിയാതെ ആദർശ് നൈര്യമ്മോട് ആഘോഷിച്ചിരിക്കാൻ കേട്ടോ.